പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വ്യാപാര യുദ്ധത്തിന് തയ്യാറെടുത്ത് ഡൊണാൾഡ് ട്രംപ്. ചൈന, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തും. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് 10% തീരുവയും ചുമത്തുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അനധികൃത കുടിയേറ്റത്തിനും കുറ്റകൃത്യങ്ങൾക്കും മയക്കുമരുന്നിനും പ്രതികാരമായാണ് നടപടിയെന്ന് ട്രംപ് പറഞ്ഞു. തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ മെക്സിക്കോയിലൂടെയും കാനഡയിലൂടെയും US-ലേക്ക് എത്തുന്നുണ്ട്. ഇവർ മയക്കുമരുന്ന് കടത്തുന്നതായും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നതായും കണ്ടുവരുന്നു. ഇതിനെതിരെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് താരിഫുകൾ കൂട്ടിയത്. അതേസമയം ഇത്തരത്തിൽ തീരുവ ഉയർത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്നത് വഴി US ഉപഭോക്താക്കൾക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോഴും ഉയർന്ന വില നൽകേണ്ടതായി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിൽ വിപണിക്ക് ഉണർവേകാൻ UK സർക്കാർ കൂടുതൽ ആളുകളെ ജോലിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ്. കൂടുതൽ ആളുകളെ തൊഴിൽ സേനയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ജീവനക്കാർക്ക് മാനസിക പിന്തുണ നൽകി പ്രവേശനം വർദ്ധിപ്പിക്കാനും തൊഴിൽ കേന്ദ്രങ്ങൾ പരിഷ്കരിക്കാനും പദ്ധതിയിടുന്നതായി ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചു. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ബ്രിട്ടനിലെ തൊഴിൽ നിരക്ക് 75% നിന്ന് 80% ഉയർത്തുകയെന്ന ലക്ഷ്യം പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷമാണ് രാജ്യത്ത് ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെട്ടത്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അനാരോഗ്യം കാരണം ജോലി ചെയ്യാൻ പലർക്കും കഴിയാതെ വന്ന സാഹചര്യമാണുള്ളത്. തൊഴിൽ വിപണിയിലെ പ്രശ്നം അതിരുകടന്നതാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കൂടുതൽ ആളുകളെ ജോലി തേടുന്നതിനോ തുടരുന്നതിനോ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരോഗ്യ വികലാംഗ ക്ഷേമ സംവിധാനം എങ്ങനെ മാറ്റാൻ പദ്ധതിയിടുന്നുവെന്ന് സർക്കാർ പിന്നീട് പ്രഖ്യാപിക്കും. തൊഴിൽ കേന്ദ്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് പരിഷ്കരിക്കുന്നതിനെ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ പീറ്റർ ചീസ് സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോളതലത്തിൽ അടുത്ത വർഷത്തോടെ വിമാന ടിക്കറ്റ് നിരക്ക് ഉയരുമെന്ന റിപ്പോർട്ട്. ഉയർന്ന വേതനം, ഇന്ധന ചിലവ്, അധിക സർചാർജുകൾ എന്നിവ വർധനവിന് കാരണമായി. അടുത്ത വർഷം ആഗോള വിമാന നിരക്ക് കൂടുതൽ ചെലവേറിയതായിരിക്കുമെന്ന് അമേരിക്കൻ എക്സ്പ്രസ് ഗ്ലോബൽ ബിസിനസ് ട്രാവൽ ഗ്രൂപ്പ് പറയുന്നു. ഭൂരിഭാഗം റൂട്ടുകളിലെയും യാത്രാ നിരക്ക് ഉയരും. എന്നിരുന്നാലും പ്രദേശങ്ങൾക്കനുസരിച്ച് വർധനയുടെ വലിപ്പം വളരെയധികം വ്യത്യാസപ്പെടാം. വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും വിമാന നിരക്ക് 2% കൂടും. അതേസമയം ഏഷ്യയിലും ഓസ്ട്രേലിയയിലും നിരക്ക് 14% വരെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന വേതനവും ജീവനക്കാരുടെ ക്ഷാമവും, പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ തർക്കങ്ങളും നിലവിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിലുള്ള ഇന്ധന ചെലവും വിമാനക്കൂലി വർദ്ധിക്കുന്നതിന് കാരണമായി. കൂടാതെ എയർലൈനുകൾ പുതിയ സർചാർജുകൾ ചേർക്കുന്നത് തുടരുന്നു. ഓസ്ട്രേലിയ ഏറ്റവും വലിയ വർധനവ് കാണിക്കുമെന്നാണ് പ്രവചനം. പ്രത്യേകിച്ച് ആഭ്യന്തര യാത്രകളിൽ ഇത് കാണാനാകും. ചെറിയ വിമാന കമ്പനിയായ റെക്സ്, ബോൺസായ് എന്നിവയുടെ തകർച്ചയെ തുടർന്ന് ക്വാണ്ടാസ് എയർവേസ് ലിമിറ്റഡും വിർജിൻ ഓസ്ട്രേലിയയും വ്യോമയാന വിപണിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ ബാങ്ക് വായ്പകളിൽ 12% വളർച്ച രേഖപ്പെടുത്തിയതായി സെൻട്രൽ ബാങ്ക്. ബാങ്ക് വായ്പകളിൽ 48% ദീർഘകാല വായ്പകളാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സൗദിയിൽ ഒരു വർഷത്തിനിടെ ബാങ്ക് വായ്പകളിൽ 12% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം മൂന്നാം പാദത്തിന്റെ അവസാനത്തോടെ 2853 ബില്യൺ റിയാലായി ഉയർന്നു. കഴിഞ്ഞ വർഷം മൂന്നാം പാദത്തിൽ ഇത് 2543 ബില്യൺ റിയാലായിരുന്നു. ഒരു വർഷത്തിനിടെ ബാങ്ക് വായ്പകളിൽ രേഖപ്പെടുത്തിയത് 310 ബില്യൺ റിയാലിന്റെ വർധനയാണ്. ദീർഘകാല വായ്പകളിൽ 10.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ദീർഘകാല വായ്പകൾ 1226 ബില്യൺ റിയാലിൽ നിന്ന് 1354 ബില്യൺ റിയാലായി ഉയർന്നു. വ്യക്തിഗത വായ്പകളിൽ വർധനവുണ്ടായി. 20.1% വ്യക്തിഗത വായ്പകൾ ഉയർന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി UAE സെൻട്രൽ ബാങ്ക്. വ്യാജ ഓഫറുകൾ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി.
രാജ്യത്ത് നടക്കുന്ന വിവിധ തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് UAE സെൻട്രൽ ബാങ്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വ്യാജ ഓഫറുകൾ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്താനും സംശയകരമായ സന്ദേശങ്ങൾ അവഗണിക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംശയകരമായ സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുന്ന അവസരത്തിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ബാങ്ക് അധികൃതരെയും പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തെയും ഇക്കാര്യം ധരിപ്പിക്കണമെന്നും സെൻട്രൽ ബാങ്ക് പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഫിഷിംഗ്, ഇമെയിൽ ഹാക്കിംഗ്, ഐഡന്റിറ്റി തെഫ്റ്റ്, ഇൻവോയ്സ് ഫ്രോഡ്, ലോൺ ഫ്രോഡ്, വ്യാജ പരസ്യങ്ങൾ തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് സെൻട്രൽ ബാങ്ക് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.